പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമ്മളെല്ലാവരും തന്നെ മനുഷ്യരിൽ ഭൂരിഭാഗം പേരും നല്ലവരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലവിധ തിന്മകൾ കടന്നു വരുന്നു. അപ്പോൾ മനുഷ്യർ ആഗ്രഹിക്കുന്നു ഈ തെറ്റെല്ലാം ഒഴിവാക്കി ഒരു നല്ല ജീവിതം എനിക്ക് നയിക്കണം. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നു, ധാരാളം പേര് പരിശ്രമിക്കുന്നു, ചില നോമ്പെടുക്കുന്നു, ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി എല്ലാ മതങ്ങളിൽപ്പെട്ടവർ പരിശ്രമിക്കുന്നു. പക്ഷെ ബൈബിൾ നമ്മെ വലിയൊരു സത്യം പഠിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം വായിക്കുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാവുക. ദൈവം ധാരാളം പ്രമാണങ്ങൾ, 10 പ്രമാണങ്ങൾ നമുക്ക് നൽകി. പക്ഷെ നമുക്ക് പലപ്പോഴും അത് പാലിക്കാൻ സാധിക്കാത്തത് നമ്മുടെ ജഡത്താലുള്ള ബലഹീനത നിമിത്തമാണ് എന്നാണ് റോമാലേഖനം 8-ന്റെ 3-ാം വാക്യം പറയുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപകരമായ ജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ച് പാപത്തിന് ശിക്ഷ വിധിച്ചു. സത്യവേദ പുസ്തകത്തിലെ ട്രാൻസ്ലേഷനാണ് ഞാൻ പറയുന്നത്. നമുക്ക് നല്ല ആഗ്രഹമുണ്ട് നല്ലോണം ജീവിക്കാൻ. സാധിക്കാത്തത് മനുഷ്യൻ വീണുപോയ സൃഷ്ടിയാണ്. അതുകൊണ്ട് അവന്റെ പാപജഡം, ഈ ശരീരം പാപജഡമായി തീർന്നു, അല്ലെങ്കിൽ പാപമയമായി തീർന്നു. അതുകൊണ്ട് ഇനി 10 കൽപ്പനകളല്ല, എത്ര കൽപ്പന തന്നാലും ഈ ബലഹീനത നമ്മളിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്തു വേണം? യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണം. യേശു കുരിശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും. ആ കൃപയിലൂടെ മാത്രമേ ന്യായപ്രമാണം പാലിക്കാൻ കഴിയൂ, വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയൂ. അപ്പൊ വിശുദ്ധ ജീവിതത്തിന് ആഗ്രഹിക്കുന്നവർ കഠിന പ്രയത്നമല്ല, പരിശ്രമമല്ല ചെയ്യേണ്ടത്. പിന്നെയോ കർത്താവിനെ ആശ്രയിക്കണം. കർത്താവ് എന്നെ സഹായിക്കണമേ, ശുദ്ധിയോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ വിശ്വാസപൂർവ്വം യേശുവിനെ സമീപിച്ചാൽ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപ അവൻ തരും. ആ കൃപയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോഴാണ് ദൈവാനുഗ്രഹത്തിൻ്റെ നിറവ് നമുക്കുണ്ടാവുക. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ.